സുഹൃത്തുക്കളെ, ഈ ലോകത്ത് എല്ലാവർക്കും തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയുന്നത്ര പണം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒരു സ്വപ്നഭവനമാകാം, ആഡംബര കാറാകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കു വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനുള്ള ഒരു അവസരമാകാം. എന്നാൽ സത്യമെന്തെന്നാൽ വെറുതെ സ്വപ്നം കാണുന്നതുകൊണ്ടോ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടോ മാത്രം കാര്യമില്ല. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഭൂരിഭാഗം പേരും എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നു. എന്തുകൊണ്ട്? കാരണം പണം സമ്പാദിക്കുന്നതിന്റെ രഹസ്യം നിങ്ങളുടെ അധ്വാനത്തേക്കാൾ ഉപരി നിങ്ങളുടെ ചിന്തയിലാണുള്ളത്. ബാക്കിയുള്ളവർ ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങളും ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളും ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി തന്നെ തുടരും. എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കുകയും മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ മറ്റാർക്കും നേടാൻ കഴിയാത്തത് നിങ്ങൾക്ക് നേടാനാകും. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകനായ വാറൻ ബഫറ്റ്. ലോകം മുഴുവൻ ഒരു ദിശയിലേക്ക് ഓടുമ്പോൾ അദ്ദേഹം എതിർദിശയിലേക്ക് നടന്നു. ആളുകൾ പെട്ടെന്നുള്ള ലാഭത്തിന് പിന്നാലെ പോയപ്പോൾ അദ്ദേഹം ക്ഷമയോടെയും ബുദ്ധിയോടെയും പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ ഈ വ്യത്യസ്തമായ ചിന്തയാണ് അദ്ദേഹത്തെ കോടീശ്വരനാക്കുന്നത്. ഈ വീഡിയോയിൽ ഒറ്റനോട്ടത്തിൽ വിപരീതമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ പണം സമ്പാദിക്കാനുള്ള ഏറ്റവും മികച്ച ഫോർമുലയായ വാറൻ ബഫറ്റിന്റെ 7 നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൂടാതെ വീഡിയോയുടെ അവസാനം വളരെ എളുപ്പമുള്ളതും എന്നാൽ ശക്തവുമായ ഒരു ബോണസ് ടിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അതിനാൽ പണത്തെ നിങ്ങളുടെ പിന്നാലെ ഓടിക്കുന്ന ആ ചിന്താഗതി സ്വന്തമാക്കാൻ തയ്യാറാകൂ. ഫോർമുല 1: ഭയത്തെ ഉപേക്ഷിക്കുക, റിസ്കുകളെ സ്വീകരിക്കുക. സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ സത്യമിതാണ്, നിങ്ങൾ എപ്പോഴും ഭയന്ന് തീരുമാനങ്ങളെടുത്താൽ നിങ്ങൾക്കൊരിക്കലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പണം സമ്പാദിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എല്ലാ റിസ്കുകളിൽ നിന്നും മാറി നിൽക്കുകയാണെന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ ഈ ഭയമാണ് നിങ്ങളെ ഒരു ചെറിയ വൃത്തത്തിൽ തളച്ചിടുന്നത്. നിങ്ങൾ ബുദ്ധിപൂർവ്വം റിസ്ക് എടുക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ മാത്രമാണ് സമ്പന്നനാകാനുള്ള വഴി തുറക്കുന്നത്. വാറൻ ബഫറ്റിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ പേടിച്ച് ലോകം മുഴുവൻ ഷെയറുകൾ വിൽക്കുമ്പോൾ ബഫറ്റ് തനിക്ക് ഭാവി കാണാൻ കഴിയുന്ന കമ്പനികളുടെ ഷെയറുകൾ ശാന്തമായി വാങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്: മറ്റുള്ളവർ അത്യാഗ്രഹികളാകുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹികളാകുക. അതായത്, മറ്റുള്ളവർ അത്യാഗ്രഹത്തോടെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ഭയന്ന് വിൽക്കുമ്പോൾ അവസരം മുതലാക്കുക. ഉദാഹരണത്തിന്, ദിവസവും 500 രൂപ മാറ്റിവെക്കുന്ന ഒരു ചെറിയ കടക്കാരനെക്കുറിച്ച് ചിന്തിക്കുക. വർഷങ്ങളോളം ആ 500 രൂപ അവിടെ തന്നെ കിടക്കുന്ന രീതിയിൽ അവന് ഈ പണം ബാങ്കിൽ നിക്ഷേപിക്കാം. അല്ലെങ്കിൽ ഈ പണം ഉപയോഗിച്ച് അവന് ഒരു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കാം. ഉദാഹരണത്തിന്, ഒരു പ്രത്യേക മസാല അല്ലെങ്കിൽ വ്യത്യസ്തമായ ഡിസൈനിലുള്ള ടീഷർട്ട്. അതെ, ഇതിൽ റിസ്ക് ഉണ്ട്. ഉൽപ്പന്നം വിറ്റുപോയില്ലെന്ന് വരാം, പക്ഷേ അത് വിജയിച്ചാൽ അവന്റെ വരുമാനം പല മടങ്ങ് വർദ്ധിക്കും. ബഫറ്റിന്റെ ചിന്ത ഇതുതന്നെയാണ് പറയുന്നത്. ശരിയായ സമയത്ത് ശരിയായ റിസ്ക് എടുക്കുന്നവൻ പണം സമ്പാദിക്കുന്നു. എന്നാൽ ഓർക്കുക, ഈ റിസ്ക് അന്ധമായിരിക്കരുത്. നിങ്ങളുടെ തീരുമാനങ്ങളെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യണം, മാർക്കറ്റ് മനസ്സിലാക്കണം, എന്നിട്ട് ധൈര്യത്തോടെ മുന്നോട്ടു പോകണം. അതിനാൽ അടുത്ത തവണ നിങ്ങൾക്കൊരു പുതിയ കോഴ്സ് പഠിക്കാനോ ബിസിനസ്സിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും പരീക്ഷിക്കാനോ ഉള്ള അവസരം ലഭിക്കുമ്പോൾ ഭയത്തെ വാതിലിന് പുറത്തു നിർത്തുക. നിങ്ങൾ ഇന്ന് 1000 രൂപയുടെ റിസ്ക് എടുക്കുകയാണെങ്കിൽ അത് നാളെ നിങ്ങൾക്ക് 10 ഇരട്ടി ലാഭം നൽകുമെന്ന് ചിന്തിക്കുക. ഈ ചിന്തയാണ് ആൾക്കൂട്ടത്തെ പിന്നിലാക്കി നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. സുരക്ഷിതമായ വഴി നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാം എന്ന് ഓർക്കുക. എന്നാൽ ബുദ്ധിപൂർവ്വം റിസ്ക് എടുക്കുന്നവൻ മാത്രമാണ് സമ്പന്നനാകുന്നത്. ഫോർമുല 2: കഠിനാധ്വാനത്തെ യന്ത്രമാക്കി മാറ്റുക, എങ്കിലേ സമ്പന്നനാകൂ. സുഹൃത്തുക്കളെ, ഇത് കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വന്തം അധ്വാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ സമ്പത്തിലേക്കുള്ള വളർച്ചയുടെ വേഗത കുറവായിരിക്കും. കഠിനാധ്വാനമാണ് പണം കൊണ്ടുവരുന്നത് എന്നാണ് കുട്ടിക്കാലം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ സത്യമിതാണ്, കഠിനാധ്വാനം ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്കായി പണം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമായി മാറുമ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത്. വാറൻ ബഫറ്റിന്റെ ചിന്താഗതി നോക്കുക. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ചെറിയ ജോലികളിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ഒരിക്കലുമില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഉദ്ധരണി ഇതാണ്: നിങ്ങൾ ഉറങ്ങുമ്പോഴും പണം സമ്പാദിക്കാനുള്ള ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ മരിക്കുന്നതുവരെ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടിവരും. അതായത്, ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം സമ്പാദിക്കുന്ന ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജോലി ചെയ്യേണ്ടിവരും. ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിലാണ് ബഫറ്റ് തന്റെ ജീവിതം കേന്ദ്രീകരിച്ചത്. തനിക്കുവേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനികളിൽ അദ്ദേഹം നിക്ഷേപിച്ചു. മിടുക്കരായ മാനേജർമാരെ നിയമിച്ചു. തനിയെ വളരുന്ന ബിസിനസ്സുകൾ തിരഞ്ഞെടുത്തു. തൽഫലമായി അദ്ദേഹം ഓഫീസിലാണെങ്കിലും അവധിക്കാലം ആഘോഷിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ സമ്പത്ത് ഓരോ ദിവസവും വർദ്ധിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുക. നിങ്ങൾ ഒരു ചെറിയ ഫുഡ് സ്റ്റാൾ നടത്തുകയാണെന്ന് കരുതുക. നിങ്ങൾ തന്നെ എല്ലാ ദിവസവും ഭക്ഷണമുണ്ടാക്കുകയും വിളമ്പുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്താൽ നിങ്ങളൊരു ബിസിനസ് അല്ല, നിങ്ങളുടെ അധ്വാനമാണ് വിൽക്കുന്നത്.
ഇത് നിങ്ങളെ തളർത്തുകയും നിങ്ങളുടെ വരുമാനം പരിമിതപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ഓർഡർ ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ഓൺലൈൻ ഓർഡർ സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കരുതുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാചകക്കുറിപ്പ് ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കാൻ നിങ്ങൾ ഒരു പാചകക്കാരനെ പരിശീലിപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മികച്ച വിഭവത്തിന്റെ പാചകക്കുറിപ്പ് ഒരു ഡിജിറ്റൽ ഇബുക്കാക്കി ഓൺലൈനിൽ വിൽക്കാൻ തുടങ്ങുക. ഈ ചെറിയ ചുവടുവെപ്പുകൾ നിങ്ങളില്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം നിങ്ങൾക്കായി സൃഷ്ടിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഇത് കൂടുതൽ എളുപ്പമാണ്. ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതൊരു ഓൺലൈൻ കോഴ്സോ ഇബുക്കോ ഡിജിറ്റൽ ടെംപ്ലേറ്റുകളോ ആകട്ടെ, നിങ്ങൾ ഒരിക്കൽ ഒരു ഉൽപ്പന്നമുണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും ഒരു സ്റ്റോർ, സാധനങ്ങൾ സൂക്ഷിക്കൽ അല്ലെങ്കിൽ ഡെലിവറി എന്നിവയെക്കുറിച്ച് വേവലാതിപ്പെടാതെ അത് വീണ്ടും വീണ്ടും വിൽക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇന്ത്യയിൽ ആളുകൾ തിരക്കുള്ള പ്രൊഫഷണലുകൾക്കായുള്ള 5 ആരോഗ്യകരമായ പാചകക്കുറിപ്പുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വളർച്ചയുടെ 10 രഹസ്യങ്ങൾ പോലെയുള്ള ഒരു ലളിതമായ ഇബുക്കുണ്ടാക്കി ആമസോണിലോ ഗംറോഡിലോ 300 രൂപ മുതൽ 1500 രൂപ വരെ വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. അതിനാൽ അടുത്ത തവണ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാനിരിക്കുമ്പോൾ ചിന്തിക്കുക, എനിക്ക് ഈ കഠിനാധ്വാനത്തെ ഒരു സിസ്റ്റമാക്കി മാറ്റാൻ കഴിയുമോ? എന്റെ ജോലി എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയുമോ? സാങ്കേതികവിദ്യ ഉപയോഗിച്ചോ മറ്റൊരാളെ പരിശീലിപ്പിച്ചോ എനിക്ക് സമയം ലാഭിക്കാൻ കഴിയുമോ? ഈ ചിന്തയാണ് കഠിനാധ്വാനത്തെ യന്ത്രമാക്കി മാറ്റുന്നതും ആ യന്ത്രത്തെ ലക്ഷങ്ങളാക്കി മാറ്റുന്നതും. ഓർക്കുക, തന്റെ കഠിനാധ്വാനത്തെ ഒരു സ്മാർട്ട് സിസ്റ്റമാക്കി മാറ്റുന്നവൻ സമ്പന്നനാകുന്നു. ഫോർമുല 3. പണം സമ്പാദിക്കാൻ ഭയത്തെ ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ്. ഭയം നിങ്ങളുടെ എല്ലാ വലിയ തീരുമാനങ്ങളെയും ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന നിശബ്ദനായി പ്രവർത്തിക്കുന്ന ശത്രുവാണ്. സുരക്ഷിതമായിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് ആളുകൾ പലപ്പോഴും ചിന്തിക്കുന്നു. എന്നാൽ ഈ സുരക്ഷിതത്വം യഥാർത്ഥത്തിൽ അവരെ ഒരു ശരാശരി ജീവിതത്തിൽ തളച്ചിടുന്നു. ഓരോ ചുവടുവെപ്പിലും നഷ്ടമുണ്ടായാലോ, ആളുകൾ ചിരിച്ചാലോ, പരാജയപ്പെട്ടാലോ എന്ന ചിന്തയിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വലുതായി ചിന്തിക്കാൻ കഴിയില്ല. വലുതായി ചിന്തിക്കാതെ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയുമില്ല. വാറൻ ബഫറ്റിന്റെ ജീവിതം ഈ ചിന്തയുടെ വിപരീതവും മികച്ചതുമായ ഉദാഹരണമാണ്. തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മറ്റുള്ളവർ ഭയക്കുന്ന ഓഹരികളിൽ നിക്ഷേപിക്കാൻ അദ്ദേഹം തുടങ്ങി. അദ്ദേഹം ഒരിക്കലും ആൾക്കൂട്ടത്തിന്റെ ചിന്തയെ പിന്തുടർന്നിട്ടില്ല. എല്ലാവരും ഭയക്കുന്നിടത്താണ് യഥാർത്ഥ അവസരങ്ങൾ ഒളിച്ചിരിക്കുന്നതെന്ന് ബഫറ്റ് വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മറ്റുള്ളവർ അത്യാഗ്രഹികളാകുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹികളാകുക. അതായത് എല്ലാവരും അത്യാഗ്രഹത്തിലായിരിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക, എന്നാൽ എല്ലാവരും ഭയപ്പെടുമ്പോൾ അവസരം മുതലാക്കുക. ഭയം നിങ്ങളെ എപ്പോഴും ചെറുതായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വാറൻ ബഫറ്റിനെപ്പോലുള്ളവർ ഭയം കാരണം ഒരിക്കലും നിന്നിട്ടില്ല. ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അദ്ദേഹം പഠിക്കുകയും ബുദ്ധിപൂർവ്വം റിസ്ക് എടുക്കാൻ തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം റിസ്കിനെ ഒരു നിയമമായി മാറാൻ അനുവദിച്ചില്ല, മറിച്ച് അത് ഒരു ഉപകരണമായി ഉപയോഗിച്ചു. റിയൽ ലൈഫ് ടിപ്പ്: ഓരോ മാസവും നിങ്ങളെ അല്പം ഭയപ്പെടുത്തുന്ന ഒരു ടാസ്ക് സ്വയം നൽകുക. ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുഖം കാണിച്ച് സംസാരിക്കുക, ഒരു പുതിയ കോഴ്സ് ചെയ്യുക, ഒരു ദിവസത്തേക്ക് ഒരു സ്റ്റാൾ ഇടുക, ഒരു ക്ലയന്റിനെ സമീപിക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുക എന്നിവ പോലെ. ഭയമുള്ളിടത്താണ് നിങ്ങളുടെ അടുത്ത തലം മറഞ്ഞിരിക്കുന്നത്. വാറൻ ബഫറ്റിനെപ്പോലെ ചിന്തിക്കുക. റിസ്കിൽ നിന്ന് ഒളിച്ചോടരുത്. അത് മനസ്സിലാക്കി ഉപയോഗിക്കുക, കാരണം തങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തുകടക്കുന്ന ആളുകൾക്കാണ് പണം ലഭിക്കുന്നത്. ബാക്കിയുള്ളവർ അവിടെ തന്നെ ഇരിക്കും, സുരക്ഷിതമായി പക്ഷേ ശൂന്യമായി. ഫോർമുല 4. ആദ്യം പേരുണ്ടാക്കുക, പിന്നെ പണം താനേ വരും. മിക്കവരും ആദ്യം പണം സമ്പാദിക്കണം, പിന്നെ പേര് താനേ വരുമെന്ന് ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ചിന്തയെ തിരിക്കേണ്ടതുണ്ട്. പണം സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ സമ്പത്താണ് സൽപ്പേര് അഥവാ വിശ്വാസ്യതയും ബ്രാൻഡുമെന്ന് വാറൻ ബഫറ്റ് ആവർത്തിച്ച് ഊന്നിപ്പറയുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഒരു സൽപ്പേരുണ്ടാക്കാൻ 20 വർഷമെടുക്കും, എന്നാൽ അത് നശിപ്പിക്കാൻ 5 മിനിറ്റ് മതി. ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യും. അതായത് ഒരു നല്ല പേരുണ്ടാക്കാൻ 20 വർഷമെടുക്കും, എന്നാൽ അത് മായ്ക്കാൻ വെറും 5 മിനിറ്റ് മതി. ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ നിങ്ങളുടെ ഓരോ ചുവടും ശ്രദ്ധാപൂർവം വയ്ക്കും. വാറൻ ബഫറ്റ് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ ലാഭം മാത്രമല്ല നോക്കുന്നത്, കമ്പനിയുടെ വിശ്വാസ്യത എന്താണെന്ന് അദ്ദേഹം നോക്കുന്നു. ആളുകൾ അതിനെ എത്രമാത്രം വിശ്വസിക്കുന്നു. ഒരാളോട് വിശ്വാസമുണ്ടെങ്കിൽ ഉപഭോക്താക്കൾ വില ചോദിക്കില്ല, അവർ അതേ എന്ന് മാത്രം പറയുന്നു. ഇപ്പോൾ സങ്കൽപ്പിക്കുക, ഒരു മാർക്കറ്റിൽ 2 പേർ ഒരേ സേവനം നൽകുന്നു. ഒരാൾ പുതിയതാണ്, മറ്റൊരാൾ തുടർച്ചയായി കഠിനാധ്വാനം ചെയ്യുന്നു. അവൻ ആളുകളെ സഹായിക്കുകയും നല്ല പേരെടുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഉപഭോക്താവ് ആരുടെ അടുത്തേക്ക് പോകും? തീർച്ചയായും ആളുകൾക്ക് അറിയാവുന്ന, വിശ്വസിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക്. ഇതാണ് പേരും വിലയും തമ്മിലുള്ള വ്യത്യാസം. പേരുണ്ടാകുമ്പോൾ വില താനെ വർദ്ധിക്കും. വാറൻ ബഫറ്റിന്റെ ചിന്ത പറയുന്നത് ആദ്യം മൂല്യം നൽകുന്ന ഒരു വ്യക്തിയായി സ്വയം മാറുക എന്നാണ്. നിങ്ങളുടെ സത്യസന്ധതയും ഗുണനിലവാരവും സ്ഥിരതയും ആളുകൾ തിരിച്ചറിയുമ്പോൾ പണം സ്വയമേവ നിങ്ങളുടെ പിന്നാലെ ഓടും.
റിയൽ ലൈഫ് ടിപ്പ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങൾ ഓൺലൈനിൽ എന്തെങ്കിലും വിൽക്കുകയാണെങ്കിലും പ്രാദേശിക വിപണിയിൽ ജോലി ചെയ്യുകയാണെങ്കിലും വ്യക്തിഗത ബ്രാൻഡിംഗ് ഏറ്റവും പ്രധാനമാണ്. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്ഥലം എല്ലായിടത്തും നിങ്ങളുടെ ജോലി കാണിക്കുക. ആളുകൾക്ക് മൂല്യം നൽകുക. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക. കൂടാതെ നിങ്ങൾക്കായി ഒരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാക്കുക. നിങ്ങൾ അവർക്ക് തുടർച്ചയായി മൂല്യം നൽകുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളെ ഓർക്കൂ. നിങ്ങളുടെ പേര് ആളുകളുടെ മനസ്സിൽ പതിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവർ വിലയെക്കുറിച്ച് വിഷമിക്കില്ല. അവർ വിശ്വാസത്തോടെ മാത്രമേ പ്രവർത്തിക്കൂ. ഇതാണ് യഥാർത്ഥ വാറൻ ബഫറ്റ് ചിന്താഗതി. ആദ്യം വിശ്വാസം നേടുക. അപ്പോൾ പണം സ്വയം നിങ്ങളുടെ പിന്നാലെ വരും. ഫോർമുല 5. പണം നിങ്ങളുടെ കൈവശം വയ്ക്കുന്നതിലൂടെയല്ല, അത് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത്. ഭൂരിഭാഗം ആളുകളും പണം സമ്പാദിക്കുമ്പോൾ അവർ ചെയ്യുന്ന ആദ്യത്തെ കാര്യമെന്താണ്? അവർ അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അത് സേഫിൽ പൂട്ടുന്നു, അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ സുരക്ഷിതമായിരിക്കും എന്ന ചിന്തയോടെ ഉപേക്ഷിക്കുന്നു. എന്നാൽ സത്യത്തിൽ ഈ ചിന്ത നിങ്ങളുടെ വളർച്ചയെ പതുക്കെ ഇല്ലാതാക്കുന്നു. കാരണം നിങ്ങളുടെ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നതുവരെ അത് ഒന്നും ചെയ്യുന്നില്ല. അത് വെറുതെ പിടിച്ചുവെക്കുന്നത് അത് വർദ്ധിപ്പിക്കില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയുമില്ല. പണം ഒരു ഉപകരണമാണ് എന്ന ചിന്തയുടെ ജീവിക്കുന്ന ഉദാഹരണമാണ് വാറൻ ബഫറ്റിന്റെ മുഴുവൻ ജീവിതവും. ശരിയായ സമയത്ത്, ശരിയായ സ്ഥലത്ത്, ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ വളരുന്ന ഒരു ഉപകരണം. അദ്ദേഹം ഒരിക്കലും പണം വെറുതെ സൂക്ഷിക്കുന്നതിൽ വിശ്വസിച്ചില്ല, മറിച്ച് അത് വർദ്ധിപ്പിക്കുന്നതിലാണ് വിശ്വസിച്ചത്. ബഫറ്റ് പറയുന്നു, ചെലവാക്കിയതിനു ശേഷം ബാക്കിയുള്ളത് സമ്പാദിക്കരുത്, മറിച്ച് സമ്പാദിച്ചതിനു ശേഷം ബാക്കിയുള്ളത് ചെലവഴിക്കുകയും അതിനുശേഷം അത് ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും ചെയ്യുക. അതായത് ആദ്യം സമ്പാദിക്കുക, എന്നാൽ ആ സമ്പാദ്യം വെറുതെ അലമാരയിൽ വയ്ക്കാനുള്ളതല്ല. അത് ശരിയായി നിക്ഷേപിക്കാൻ പഠിക്കുക. ചെറുപ്പം മുതലേ സ്റ്റോക്കുകളിൽ ചെറിയ തുക നിക്ഷേപിച്ച് അദ്ദേഹം എപ്പോഴും തനിക്ക് വരുമാനം നൽകുന്ന ഒരു യന്ത്രമുണ്ടാക്കി. പണം ഒരു നദി പോലെയാണ്. ഒഴുകുമ്പോൾ അത് വഴിയിലുടനീളം പച്ചപ്പ് അവശേഷിപ്പിക്കുന്നു. എന്നാൽ തടഞ്ഞു നിർത്തിയാൽ, കെട്ടിയിട്ടാൽ അവിടെ വെള്ളം ചീഞ്ഞഴുകാൻ തുടങ്ങുന്നു. പണം ശരിയായ ദിശയിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് അത് വളരുന്നത്. അതായത് സ്കില്ലുകൾ പഠിക്കുന്നതിലോ ബിസിനസ് ടൂളുകളിലോ നിങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗിലോ. നിങ്ങളുടെ പണം ഓടാൻ അവസരം നൽകുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്കായി ഓടുന്നത്. റിയൽ ലൈഫ് ടിപ്പ്. നിങ്ങളുടെ പക്കൽ 500 അല്ലെങ്കിൽ 1000 ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ നിങ്ങൾക്ക് അവ ബാങ്കിലിടാം അല്ലെങ്കിൽ എവിടെ നിക്ഷേപിക്കാമെന്ന് ചിന്തിക്കാം. അങ്ങനെ അത് 1000 അല്ലെങ്കിൽ 2000 ആയി മടങ്ങിവരും. ഈ നിക്ഷേപം ഒരു ഓൺലൈൻ സ്കിൽ കോഴ്സിലാകാം. ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ ബ്രാൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ വേഗമേറിയതും മികച്ചതുമാക്കുന്ന ഒരു ഉപകരണത്തിലോ ആകാം. ബഫറ്റിനെപ്പോലെ ചിന്തിക്കുക. പണം വെറുതെ വെക്കരുത്, അതിന് ജോലി കൊടുക്കുക. കാരണം പണം നിങ്ങൾക്കുവേണ്ടി ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സമ്പത്തിലേക്ക് നീങ്ങുന്നത്. നിങ്ങളത് ഉപയോഗിക്കാൻ അറിയുമ്പോൾ മാത്രമാണ് പണം ഓടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എത്രയും വേഗം ഓൺലൈൻ വരുമാനം ആരംഭിക്കണം എന്നതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പണമുള്ള മേഖല ഇതാണ്. നിങ്ങൾ എത്ര വേഗം തുടങ്ങുന്നുവോ അത്രയും വേഗം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും മികച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം, നിങ്ങൾക്ക് വെറും 99 രൂപ നൽകി നിങ്ങളുടെ ഓൺലൈൻ ബിസിനസ് ആരംഭിക്കാം എന്നതാണ്. അതെ, നിങ്ങളുടെ വരുമാനപാതയെ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു ചുവടുവെപ്പ് നിങ്ങൾക്ക് ഇത്രയും ചെറിയ തുകയിലെടുക്കാം. കൂടാതെ ഈ ഇബുക്ക് ബണ്ടിൽ വാങ്ങിയ ശേഷം നിങ്ങൾക്കത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ കഴിയും. അതിനർത്ഥം നിങ്ങളുടെ നിക്ഷേപ തുക എളുപ്പത്തിൽ ഇരട്ടിയാക്കി നിങ്ങൾക്ക് ലാഭം നേടാമെന്നാണ്. ശരിയായ പ്ലാറ്റ്ഫോമിൽ വിറ്റ് സമ്പാദിക്കാൻ തുടങ്ങുക. അതിനാൽ വേഗത്തിൽ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിലേക്ക് പോയി നിങ്ങളുടെ ഇബുക്ക് ബണ്ടിൽ വാങ്ങി നിങ്ങളുടെ വരുമാനം ആരംഭിക്കുക. ഫോർമുല 6. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യരുത്. ലോകം എപ്പോഴും നിങ്ങളോട് പറയും, നോക്കൂ, എല്ലാവരും ഇത് ചെയ്യുന്നു, നിങ്ങളും ഇത് തന്നെ ചെയ്യുക. എന്നാൽ ഈ ചിന്തയാണ് ഏറ്റവും വലിയ കെണി. കാരണം ആൾക്കൂട്ടത്തെ പിന്തുടരുന്നവർ ആൾക്കൂട്ടം പോലെ മാത്രമേ പുരോഗമിക്കുകയുള്ളൂ. എല്ലാവരും എത്തുന്നിടത്ത് മാത്രമേ അവരും എത്തുകയുള്ളൂ. ഒരു ശരാശരി ജീവിതം, ഒരു ശരാശരി വരുമാനം, ഒരു ശരാശരി ഐഡന്റിറ്റി. നിങ്ങൾക്ക് വ്യത്യസ്തമായതും വലുതുമായ എന്തെങ്കിലും നേടണമെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും നടക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ചിന്തയുടെ ഏറ്റവും വലിയ വിമർശകനാണ് വാറൻ ബഫറ്റ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, മറ്റുള്ളവർ അത്യാഗ്രഹികളാകുമ്പോൾ ഭയപ്പെടുക, മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ അത്യാഗ്രഹികളാകുക. അതായത് മറ്റെല്ലാവരും അത്യാഗ്രഹത്താൽ അന്ധരാകുമ്പോൾ നിങ്ങൾ ജാഗ്രത പാലിക്കണം. എല്ലാവരും ഭയപ്പെടുമ്പോൾ നിങ്ങൾ അവസരങ്ങൾ തേടണം. ബഫറ്റ് ഒരിക്കലും ട്രെൻഡുകൾക്ക് പിന്നാലെ പോയിട്ടില്ല. ലോകം മുഴുവൻ ഏതെങ്കിലും സ്റ്റോക്കിനോ ബിസിനസ് ഐഡിയക്കോ പിന്നാലെ ഓടുമ്പോൾ അദ്ദേഹം ഒരു പടി പിന്നോട്ട് മാറി ചിന്തിച്ചു. ഇതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? ഇത് പ്രാവർത്തികമാകുമോ? മറ്റാരും ചെയ്യാത്ത എന്തെങ്കിലും എനിക്കിതിൽ ചേർക്കാൻ കഴിയുമോ? ഇല്ല എന്നായിരുന്നു ഉത്തരമെങ്കിൽ ആ അവസരം അദ്ദേഹം ഉപേക്ഷിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏതെങ്കിലും ഒരു ട്രെൻഡിന് പിന്നാലെയാണ്. ഒരാൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ടാക്കുന്നു, മറ്റൊരാൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ വിൽക്കുന്നു, മറ്റൊരാൾ ഒരു ഡിജിറ്റൽ കോഴ്സ് അല്ലെങ്കിൽ സേവനം ആരംഭിക്കുന്നു.
മിക്കവരും ചിന്തിക്കുന്നില്ല, വെറുതെ ആൾക്കൂട്ടത്തിൽ ചേരുന്നു. എന്നാൽ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ വളർച്ച എന്നിവയെല്ലാം ആൾക്കൂട്ടത്തിൽ അമർന്നുപോകും. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങളൊന്ന് നിർത്തി ചിന്തിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കൽപ്പിക്കുക. ഈ ട്രെൻഡിൽ എനിക്ക് പുതിയതായി എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ? എന്റെ രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണോ? അതെ എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ അതിലിറങ്ങുക. അല്ലാത്തപക്ഷം ബഫറ്റിനെപ്പോലെ ശാന്തനായിരുന്ന് ശരിയായ അവസരത്തിനായി കാത്തിരിക്കുക. കാരണം പലപ്പോഴും ഒരു അവസരത്തിൽ നിന്ന് പിന്മാറുന്നത് അതിലേക്ക് എടുത്തുചാടുന്നതിനേക്കാൾ ഗുണം ചെയ്യും. റിയൽ ലൈഫ് ടിപ്പ്: അടുത്ത തവണ ഒരു ട്രെൻഡ് ഉയർന്നു വരുമ്പോൾ ആദ്യം നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക. മറ്റുള്ളവരൊന്നും ചെയ്യാത്ത എന്തെങ്കിലും ഇതിൽ എനിക്ക് ചേർക്കാൻ കഴിയുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ മാത്രം മുന്നോട്ടു പോകുക. അല്ലാത്തപക്ഷം കാത്തിരിക്കുക. റിസർച്ച് ചെയ്യുക. ശരിക്കും വ്യത്യസ്തമായ എന്തെങ്കിലും കൊണ്ടുവരിക. യഥാർത്ഥത്തിൽ ഒരു ലീഡർ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്നവനാണ്. ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നടക്കുന്നത് ആദ്യം ഭയപ്പെടുത്തുന്നതായി തോന്നാം. എന്നാൽ കുറച്ചുപേർ മാത്രം തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെയാണ് യഥാർത്ഥ പേരും പണവും അംഗീകാരവും വരുന്നത്. ഫോർമുല 7: ആദ്യം സ്വന്തം സമയത്തിന്റെ യജമാനനാകുക. എല്ലാ മനുഷ്യർക്കും ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. വ്യത്യാസമെന്തെന്നാൽ ചിലർ ആ സമയത്തെ നിയന്ത്രിക്കുന്നു, ബാക്കിയുള്ളവർ അതേ സമയത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാവിലെ എഴുന്നേറ്റയുടൻ ആദ്യം മൊബൈൽ തുറക്കുകയോ നോട്ടിഫിക്കേഷനുകൾ നോക്കുകയോ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുകയോ ഒരു പ്ലാനുമില്ലാതെ ദിവസം തുടങ്ങുകയോ ചെയ്താൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല, മറ്റൊരാളുടെ അജണ്ടയാണ് ജീവിക്കുന്നത്. വാറൻ ബഫറ്റിന്റെ ടൈം മാനേജ്മെന്റ് തന്ത്രം വളരെ ലളിതവും എന്നാൽ അത്ര തന്നെ ശക്തവുമാണ്. അദ്ദേഹം പറയുന്നു, വിജയകരമായ ആളുകളും ശരിക്കും വിജയിച്ച ആളുകളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും വിജയിച്ച ആളുകൾ മിക്കവാറും എല്ലാ കാര്യങ്ങളോടും ഇല്ല എന്ന് പറയുന്നു എന്നതാണ്. അതായത് ശരിക്കും വിജയിച്ച ആളുകൾ എല്ലാ കാര്യങ്ങൾക്കും അതെ എന്ന് പറയില്ല. അവർക്കില്ല എന്ന് പറയാനറിയാം. അതിലൂടെ ശരിക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർക്ക് കഴിയും. നിങ്ങൾ ബഫറ്റിന്റെ കലണ്ടർ നോക്കുകയാണെങ്കിൽ മിക്ക സമയവും അത് ശൂന്യമായിരിക്കും. എന്തുകൊണ്ട്? കാരണം പ്രതികരിക്കുന്നതിലല്ല, തെരഞ്ഞെടുക്കുന്നതിലാണ് അദ്ദേഹം തന്റെ ജീവിതം ചെലവഴിച്ചത്. ദീർഘകാല മൂല്യം സൃഷ്ടിക്കുന്ന ജോലികൾ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്, അല്ലാതെ എല്ലാ ചെറിയ ആവശ്യങ്ങൾക്കും പുറകെ ഓടുന്നില്ല. അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെടുന്നത്. എളുപ്പമുള്ള ഒരു റിയൽ ലൈഫ് ടിപ്പ് എന്തെന്നാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക എന്നതാണ്. ഇന്ന് ഞാൻ എനിക്കുവേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുകയാണോ? സമ്പത്തിലേക്കും നൈപുണ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോകുന്ന 3 കാര്യങ്ങൾ എല്ലാ ദിവസവും തീരുമാനിക്കുക. നിങ്ങളുടെ ഫോണോ ഇമെയിലോ ഉപയോഗിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയിൽ നിന്ന് നിങ്ങളുടെ ദിവസം ആരംഭിക്കുക. നിങ്ങളുടെ സമയത്തിന്റെ യജമാനനാകുമ്പോൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവിയുടെ രാജാവാകുന്നത്. ബോണസ് ഫോർമുല: നഷ്ടപ്പെടുമെന്ന ഭയമില്ലാത്തവനാണ് ഏറ്റവും വലിയ കളിക്കാരനാകുന്നത്. ഭൂരിഭാഗം ആളുകൾക്കും ഒരിക്കലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, കാരണം അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചോദ്യം കറങ്ങിക്കൊണ്ടിരിക്കും: എല്ലാം നഷ്ടപ്പെട്ടാലോ? ഈ ഭയം അവരെ ചെറിയ ചിന്തകളിലേക്കും ചെറിയ തീരുമാനങ്ങളിലേക്കും ചെറിയ ജീവിതത്തിലേക്കും തളച്ചിടുന്നു. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ലോകം മുഴുവൻ ഭയന്നു വിറച്ചപ്പോൾ വാറൻ ബഫറ്റ് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചു. അദ്ദേഹം ഭയത്തെയല്ല, അവസരത്തെയാണ് കണ്ടത്. അദ്ദേഹം പറഞ്ഞിരുന്നു, അവസരങ്ങൾ ഇടയ്ക്കിടെ വരുന്നു. സ്വർണ്ണമഴ പെയ്യുമ്പോൾ തവിയല്ല ബക്കറ്റ് എടുത്തു വയ്ക്കുക. തോൽക്കുമെന്ന ഭയം കാരണം നിർത്തുന്നവർക്ക് ഒരിക്കലും വിജയം തുടങ്ങാൻ കഴിയില്ല. എന്നാൽ വീഴാൻ തയ്യാറുള്ളവർ എഴുന്നേൽക്കാനും മുന്നോട്ടു പോകാനും പഠിക്കുന്നു. ഭയത്തോടെ ചിന്തിക്കുന്നത് നിർത്തുക. ബുദ്ധിപൂർവ്വം റിസ്ക് എടുക്കുക. ഒരു റിയൽ ലൈഫ് ടിപ്പ് എന്തെന്നാൽ ഒരു പുതിയ ഐഡിയ പരീക്ഷിക്കുക, ഒരു വലിയ ക്ലയന്റിനെ സമീപിക്കുക, ഒരു പുതിയ കോഴ്സിൽ ചേരുക, അല്ലെങ്കിൽ ഒരു വീഡിയോ നിർമ്മിക്കുക തുടങ്ങിയ അല്പം റിസ്ക്കുള്ള കാര്യങ്ങൾ എല്ലാ ആഴ്ചയും ശ്രമിക്കുക. ഓർക്കുക, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യമാണ് നിങ്ങളുടെ അടുത്ത ലെവലിലേക്കുള്ള വാതിൽ. വാറൻ ബഫറ്റിനെപ്പോലെ ചിന്തിക്കുക. ഭയത്തിൽ നിന്നല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഡാറ്റയും അച്ചടക്കവും ഉപയോഗിച്ചെടുക്കുക. കാരണം പണം ഭീരുക്കളുടെ അടുത്തേക്ക് പോകുന്നില്ല. ധൈര്യമുള്ളവരും ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്നവരുമായ ആളുകളുടെ അടുത്തേക്കാണ് അത് പോകുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പണവും വിജയവും ശരിയായ ചിന്താഗതിയും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ചിന്തകളെയും ഭാവിയെയും മാറ്റാൻ കഴിയുന്ന അത്തരം മികച്ച സാമ്പത്തിക പ്രഭാഷണങ്ങളും തന്ത്രങ്ങളും എളുപ്പവഴികളും നിങ്ങൾക്കിവിടെ ലഭിക്കും. കൂടാതെ ഇപ്പോഴും വഴി തേടുന്ന സ്വപ്നങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുമായി ഈ വീഡിയോ തീർച്ചയായും പങ്കിടുക. എന്നാൽ അവർ ശരിയായ മാർഗനിർദ്ദേശം തേടുകയാണ്. കാരണം പറയപ്പെടുന്നതുപോലെ യഥാർത്ഥ അറിവ് പങ്കുവെക്കുമ്പോഴാണ് അത് ഫലം നൽകുന്നത്. അതിനാൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാം, നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം.